നിങ്ങൾ പോയിട്ട് സോഷ്യൽ മീഡിയയിൽ എൻ്റെ അവിഹിതങ്ങൾ ഞാൻ ചെയ്ത എന്തൊക്കെയാണ്, ഞാൻ IAS-കാരിയാണ്, IPS-കാരിയാണ്, ഇതൊന്നും രാഹുൽ മാങ്കൂട്ടം ചെയ്യുന്ന പ്രവൃത്തിനെ റദ്ദ് ചെയ്യാനുള്ളതല്ല. അല്ല, ഒരിക്കലും അല്ല. പക്ഷെ നിങ്ങൾ ചെയ്ത ഊളത്തരം ചൂണ്ടിക്കാണിക്കാനുള്ളതാണല്ലോ. അത്രയല്ലേ ഉള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ ചെയ്ത കാര്യങ്ങൾ കോടതിയിൽ നിലനിൽക്കുന്നുണ്ട്. കോടതി അദ്ദേഹത്തിന് ജാമ്യം അനുവദിച്ചിട്ടുണ്ട്. സുപ്രീം കോടതിയിൽ സുപ്രധാനമായിട്ടുള്ള വിധി വന്നിട്ടുണ്ട്. അദ്ദേഹം അതിൽ നിന്ന് ഊരിപ്പോവും. പക്ഷെ നിങ്ങൾ ചെയ്തതോ വഞ്ചനയാണ്, വഞ്ചന. ഷഹനാസെ നീ മൂഞ്ചിയല്ലോ എന്നും മൂഞ്ചാൻ ഇനിയും ജീവിതം ഒരുപാട് ബാക്കിയുണ്ടല്ലോ, അല്ലെ? IAS ആണ്, അതാണ്, ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് പഠിച്ച കോളേജിലുള്ള അധ്യാപകരെ പറ്റിച്ചതൊന്നും വലിയ തെറ്റല്ല എന്നാണോ പറയുന്നത്? സിവിൽ സർവീസ് റാങ്ക് കിട്ടിയ ആളാണെന്ന് പറയുന്നത് തെറ്റല്ല എന്നാ പറയുന്നത്, അല്ലെ? കൊള്ളാം. ഇനി അതൊന്നുമല്ല, ഒരു കൂട്ടം കാര്യങ്ങൾ ഇതാ പുറത്തേക്ക് വന്നിരിക്കുന്നത്. നിയാസ് മലബാറി എന്ന് പറയുന്ന ഒരു വ്യക്തി എത്രയോ കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഷഹനാസെ, സത്യം പറഞ്ഞിട്ട് വേണം മുന്നോട്ട് പോകാൻ, നുണ പറഞ്ഞിട്ടാവരുത് എന്നുള്ളതാണ്. നിങ്ങൾ സിവിൽ സർവീസ് പരീക്ഷയിൽ റാങ്ക് നേടി എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഊളത്തരം മറ്റൊന്നുമില്ല എന്നുള്ളതാണ്. ഒരിക്കലും ന്യായീകരിക്കാൻ നിൽക്കരുത്. തെറ്റുപറ്റി എന്ന് പറയണം എന്റെ പുട്ടിച്ചേച്ചി. ഒരുപാട് ആളുകൾ കമന്റ് ഇടുന്ന ഒരു വാക്കാണ് പുട്ടി അമ്മായി, പുട്ടിച്ചേച്ചി. എന്തെങ്കിലുമൊക്കെ ആവട്ടെ. ഈ കോസ്മെറ്റിക് ഐറ്റംസ് ഒക്കെ വിൽക്കുന്നത് തന്നെ തേക്കാനാണല്ലോ. ഇത് തേച്ചാലാണല്ലോ ആന്തരിക അവയവങ്ങളൊക്കെ കാഞ്ഞു പോവുക. നല്ല കാര്യങ്ങളാണ്, നല്ല കാര്യങ്ങളാണ്. ഇനി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു ഞെട്ടിക്കുന്ന ശബ്ദ സന്ദേശമാണെന്നുള്ളതാണ്. അതിന്റെ തലക്കെട്ടും കൂടി ഞാൻ വായിച്ചു തരാം. ചെങ്കതളി കൂമ്പിൽ ചെറുതുമ്പിയായി തേനുണ്ണുവാൻ. മൂക്കുത്തിയും മഞ്ചാടിയും എന്ന ഗ്രൂപ്പിൽ തൃശൂർ അന്നമടയിൽ ഒരു കുട്ടിക്ക് വേണ്ടി നടത്തിയ പിരിവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ 2026 ജനുവരി 12 MA ഷഹനാസ് എന്നോട് പറഞ്ഞതാണ് എനിക്കെതിരെ മാനനഷ്ടത്തിന് കേസ് കൊടുക്കുമെന്ന്. ഈ നിമിഷം വരെ അവർ കേസ് കൊടുത്തിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. തെളിവുകളും സാക്ഷിമൊഴികളും ഉൾപ്പെടെ ഉടനെ പോസ്റ്റ് ചെയ്യാനാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതായത് ഒരു കുട്ടിക്ക് വേണ്ടിയിട്ട് എന്തോ അസുഖത്തിന് പിരിവ് നടത്തി എന്നുള്ള ഒരു കാര്യം അത് പുറത്തുവിട്ടപ്പോ ഒരു ഭീഷണിപ്പെടുത്തത്ര. ഞാൻ എന്തായാലും ആ ഒരു ശബ്ദ സന്ദേശം പുറത്തുവിടാം. അനാവശ്യമായിട്ട് കമൻ്റ് എഴുതിയിട്ട് മാനഹാനി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എഴുതിയ കമൻ്റാണ് അല്ലേ അത്. എനിക്ക് കൃത്യമായിട്ട് എനിക്ക് മനസ്സിലായിട്ട് പോലും ഇല്ല. അതാണ് ഞാൻ നിങ്ങളുടെ ഇൻബോക്സിൽ വന്നിട്ട് ഞാൻ ചോദിക്കുന്നത്, എന്താണ് കാരണം, എന്താ അങ്ങനെ ഒരു കമൻറ്റിൻ്റെ കാര്യം എന്താണെന്ന് ഞാൻ ചോദിച്ചത്. നിങ്ങൾ ഇതിൻ്റെ ഉത്തരം എനിക്ക് തരണം, അല്ലെങ്കിൽ ഞാൻ ലീഗലി നിങ്ങൾക്കെതിരെ ഞാൻ പോകും. എന്നെക്കുറിച്ച് അടിസ്ഥാന വിരുദ്ധമായിട്ട് എനിക്ക് മാനഹാനി ഉണ്ടാക്കുന്ന രീതിയിൽ കമൻ്റ് ഇട്ടതിനും നിങ്ങൾ ഈ പറഞ്ഞ സാധനങ്ങൾക്ക് ഉറപ്പാണിത്. നിങ്ങൾ കൃത്യമായിട്ട് ഈ കാര്യങ്ങൾ പറഞ്ഞതിന് എനിക്ക് നിങ്ങൾ ഡീറ്റെയിൽസ് തരണം. ബിന്ദു അല്ല, ആരാണ് ഞാൻ ചോദിക്കാം, ബിന്ദു ചേച്ചിനോടൊപ്പം ഞാൻ ചോദിക്കാം. ഓക്കെ എന്തോ പിരിവ് നടത്തിയിട്ട് പണം പറ്റിച്ചു എന്നൊരു കാര്യമാണ് നിയാസ് മലബാറി പോസ്റ്റ് ചെയ്യുന്നത്. അദ്ദേഹത്തിനെതിരെ ഇതൊരു കേസും കാര്യങ്ങളും കൊടുത്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. എടോ ഷഹനാസെ, ആദ്യം താങ്കൾക്ക് നേരെ തന്നെ മാനഹാനിക്ക് കേസ് കൊടുക്കണം. IAS പരീക്ഷയിൽ റാങ്ക് കിട്ടി എന്ന് പറഞ്ഞുകൊണ്ട് അത്രമാത്രം ആളുകളുടെ മുന്നിൽ വെറുതെ സ്വയം മാനം കേടുണ്ടാക്കിയില്ലേ? അപ്പൊ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു മാനനഷ്ട കേസ് കൊടുക്കുക എന്നുള്ളതാണ്. ഒരു വിഷയത്തെ കുറിച്ച് സംസാരിക്കുമ്പോൾ ആ വിഷയത്തിൽ എന്തെങ്കിലും ഒരു കാര്യം അറിവ് വേണ്ടേ? ഇപ്പൊ നിയാസ് മലബാറി ഓരോ ദിവസവും ഓരോ കാര്യങ്ങൾ ഇങ്ങനെ പുറത്തു വിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോ ഒരു പത്രസമ്മേളനം വിളിച്ചത് 8ന്റെ പണിയായി എന്ന് പറയേണ്ടി വരും. ഇനി വേണമെങ്കിൽ ഞാൻ കുറച്ച് ക്ലിപ്പും കൂടി കാണിച്ചു തരാം. നല്ല അടിപൊളിയായിട്ട് സ്വയം ഊക്ക് വാങ്ങുന്നതാണ്. ഒരു സ്ത്രീയെ പ്രണയിച്ച് കല്യാണം കഴിക്കാമെന്ന് പറയുന്നു, പല രീതിയിൽ വാഗ്ദാനങ്ങൾ നൽകുന്നു, എന്നിട്ട് അവരെ ആദ്യം അവരുമായിട്ട് സെക്സിൽ ഏർപ്പെടുമ്പോ ആ സ്ത്രീക്ക് തന്നെ അറിയില്ല സെക്സ് എന്താണെന്ന് അറിയാത്തൊരു സ്ത്രീ, കല്യാണം കഴിഞ്ഞ ഒരു സ്ത്രീ, ഒന്നല്ല മൂന്നാള് പരാതി നൽകിയല്ലേ? മൂന്നാൾക്കും സെക്സ് എന്താണെന്ന് അറിയില്ല. ആദ്യമായി പരാതിപ്പെടുന്ന ആൾക്ക് ഒന്നും അറിയില്ല കേട്ടോ. സെക്സ് എന്ന് പറഞ്ഞ സംഭവം അറിയില്ല. എന്നിട്ടാണ് പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് പരാതി കൊടുത്തു. കോടതി ഉടനെ തന്നെ പറഞ്ഞു വെച്ചിട്ടാ, കുറെ കാലങ്ങളോളം ഒരുമിച്ച് കഴിഞ്ഞതല്ലേ, ഇനി കേസുമായി വന്നിട്ട് തേങ്ങാക്കൊല്ലി ഇല്ല. പിന്നെ ഭർത്താവ് ജീവിച്ചിരിക്കെ മറ്റൊരാൾ വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങളെ കരിഭക്ഷണം കഴിക്കുന്നതെന്നാ പറയുന്നത്. എന്റെ പൊന്നു ഷഹനാസെ, സെക്സിനെ കുറിച്ച് ഒന്നും അറിയാത്ത ഒരാളെ പീഡിപ്പിച്ചു എന്നൊക്കെ പറയുമ്പോ കുറച്ച് വകതിരിവ് വേണ്ടേ? ഒരു TV പ്രോഗ്രാമിലൊക്കെ വന്നിരിക്കുമ്പോ കുറച്ചും കൂടി ലോജിക് ഉപയോഗിച്ച് സംസാരിക്കേണ്ട ഷഹനാസെ. ബാക്കി കേൾക്കാവൂ, അങ്ങനെ ശരിക്കും ഏറി കയറുന്നുണ്ട്. ഈ ഛത്തീസ്ഗഡിലെ കേസുണ്ടോ, പ്രമോദ് കുമാർ നവരത്ന വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് രാജസ്ഥാൻ, ഇതേപോലുള്ള ഫാക്ട്സ് ഉള്ള ഒരു കേസിനകത്ത് നിങ്ങൾ ഇതേപോലൊരു ഫാക്ട്സ് ഉള്ളൊരു കേസ്, അതായത് പ്രമോദ് കുമാർ നവരത്ന, നിങ്ങൾ ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത്, അല്ലെങ്കിൽ ചർച്ചയ്ക്ക് വരത്തില്ലല്ലോ. അപ്പൊ ഇതേപോലുള്ള ഫാക്ട്സ് ഉള്ള ഒരു കേസ് നിങ്ങളോട് ഞാൻ പറയുന്നു, ഇതിൽ ആരാ തെറ്റ്? സ്ത്രീ തെറ്റുകാരിയാണോ എന്ന് ചോദിച്ചാൽ നിങ്ങൾ എന്ത് മറുപടി പറയും? ദൈവമേ, മൂർഖനെയാണല്ലോ ചവിട്ടിയത്. പറയണം.
ഞാനൊരു കാര്യം പറയട്ടെ, പറയണം എനിക്ക് മേഡം. വ്യക്തിപരമായിട്ട് അറിയാവുന്ന ഒരു സ്ത്രീ എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട്. ഇതിന് മറുപടി തരണം മേഡം. അദ്ദേഹം അവര് Kindly give an answer to this. അവര് അവിലും മിൽക്ക് ഉണ്ടാക്കി തിന്ന് ഞാൻ പറയുന്നില്ല തൂറ്റിളക്കം പിടിച്ച് ഇരുന്ന് എന്നൊക്കെയാണ് പറയാൻ പോണേ. ഉത്തരമില്ല. കാരണം ഇവർ ഇതിനെ കുറിച്ച് പഠിച്ചിട്ടൊന്നല്ല വന്നിരിക്കുന്നത്. വൈറലാവാൻ ശ്രമിച്ചു, എയറിലായപ്പോ കുറച്ച് ചാനൽ ചർച്ചകൾ കിട്ടി, അത്ര തന്നെ. ഈ ചാനൽ ചർച്ചയിൽ പോയിരിക്കുന്നതിനും ശമ്പളം ഉണ്ട് കേട്ടോ, വെറുതെ പോയിരിക്കുന്നതല്ല. അല്ല, പൈസ കിട്ടിയിട്ട് തന്നെയാണ് എല്ലാവരും വന്നിരിക്കുന്നത്. രാഹുൽ ഈശ്വർ അടക്കമുള്ള ആളുകൾ ഫണ്ട് വാങ്ങിയിട്ട് തന്നെ ഇരിക്കുന്നത്. അവരൊക്കെ വ്യക്തമായി പറയും ചെയ്ത കാര്യങ്ങളാണെന്നുള്ളതാണ്. ഇവിടെ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ അതിന് മറു ചോദ്യമല്ല ചോദ്യം, ഉത്തരം പറയണം, അതറിയില്ല. ഇത്തരം കാര്യങ്ങളിൽ വന്നിരിക്കുമ്പോൾ കൃത്യമായ സ്റ്റേറ്റ്മെന്റുകളൊക്കെ പഠിക്കണ്ടേ? കോടതി ഒരുപാട് കാര്യങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഇന്ന് ന്യായീകരണമാണ്. കോടതി ഒരു കാര്യം പറയാണ്, ഇങ്ങനെ ഒരു കാര്യം, അതായത് ഭർത്താവിനെ വഞ്ചിച്ചിട്ട് മറ്റൊരാളെ കല്യാണം കഴിക്കാന്ന് പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ അവസാനിപ്പിക്കുക, അതൊന്നും നടക്കണ കേസല്ല എന്നാ പറയുന്നത്. ഷഹനാസ് ഇപ്പോഴും പൊട്ടിയിട്ട് വന്നിരുന്ന് എന്തൊക്കെയോ തട്ടിവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഏറി പോകാനല്ലാതെ വേറെ ഒന്നുമല്ല. ഇവിടെയുള്ള കോൺഗ്രസ്സുകാർ വെറുതെ നാണക്കേട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതിനുള്ളിൽ കയറ്റിയിരുത്തിയിട്ട്. ഞാൻ കാര്യമായിട്ട് പറയാണ്, അത്രമാത്രം വിദ്വേഷം കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടിക്ക് എതിരെ ഇപ്പൊ വന്നുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ഇവര് ഒരു കാര്യമില്ലാതെ വന്ന് സംസാരിക്കുന്ന, കോടതിയിൽ നിൽക്കുന്ന ഒരു കേസിനെ ഇവരെന്തിനു വന്ന് ന്യായീകരിക്കണം? ഇവർക്കെതിരെ എന്താണ് ഉണ്ടായത്? ഇവർക്കെതിരെ ഒരു മെസ്സേജ് അയച്ചു, ആ മെസ്സേജ് ഇഷ്ടപ്പെട്ടില്ല, ബാക്കി ഞാൻ പറയുന്നില്ല. അത് ഇതിന്റെ ഇടയിൽ തന്നെ നിയാസ് മലബാർ ഇട്ടതുണ്ട്, ഞാൻ കേൾപ്പിക്കാം. അടുത്തൊരു ക്ലിപ്പും കൂടി രാഹുൽ ഈശ്വർ പറഞ്ഞതാണ്, കേൾക്കാം. നേരത്തെ ഷഹനാസ് ഈ വളഞ്ഞ വഴി പറയുന്നതിന് എന്തർത്ഥമുള്ളത്? നേരിട്ട് പറഞ്ഞുവിടെ ഷഹനാസ് ഒരു പ്രധാനപ്പെട്ട കേസ് എന്ന് പറഞ്ഞ് ഉദ്ദേശിച്ചത് ആരുടെ കേസാണ്? ഷഹനാസിനും എനിക്ക് നിഷാജിക്കും അറിയാമല്ലോ. ആ കേസിൽ ഒന്നാമത്തെയും മൂന്നാമത്തെയും പരാതിക്കാർ ഇതുവരെ വിവാഹമോചനം അതിൽ ഒന്നാമത്തെ പരാതിക്കാരിയുടെ ഭർത്താവ് വിവാഹമോചനത്തിനടക്കം പല കാര്യങ്ങൾക്കും പോകുന്നതിന് ഞങ്ങളാൽ കഴിയുന്ന പിന്തുണ ആ യഥാർത്ഥ അതിജീവിതന്, അതായത് ഭാര്യയാൽ വഞ്ചിക്കപ്പെട്ട, സമൂഹത്താൽ അപമാനിക്കപ്പെട്ട ആ യഥാർത്ഥ അതിജീവിതന് ഞങ്ങളാൽ കഴിയുന്ന സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. അപ്പൊ 2-3 ചോദ്യങ്ങൾ ഞാൻ ഉയർത്താൻ ആഗ്രഹിക്കുകയാണ്. ഒന്ന്, നമ്മൾ പറയുന്ന വിവാഹ ബന്ധത്തിൽ നിലനിൽക്കുന്ന സ്ത്രീകൾ ഭർത്താവ് അറിയാതെ മറ്റൊരാളുമായി ബന്ധം പുലർത്തുന്നത് ഏതെങ്കിലും രീതിയിൽ നിയമപരമോ ധാർമ്മികമോ ആണോ? അതിനുശേഷം മറ്റൊരാളെ കുടുക്കാൻ വ്യാജ കേസോ പ്രതികാര കേസോ റിവഞ്ച് കേസോ കൊടുക്കുന്നത് ശരിയാണോ? ഈ ചില കേസുകളിൽ തന്നെ ചില ഫാക്ട്സ് ഓഫ് ദി കേസ്, ആരെയും വ്യക്തിപരമായി പറയുന്നില്ല, വിവാഹബന്ധം ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരാളുമായി ബന്ധപ്പെടുകയും ആ രീതിയിൽ ഒരാളുമായി പ്രണയത്തിൽ ഇരിക്കുമ്പോൾ തന്നെ മറ്റൊരാൾക്ക് രൂപസാദൃശ്യം ഉണ്ടെന്നൊക്കെ പറഞ്ഞ് ബന്ധപ്പെടുകയും തുടങ്ങിയ കാര്യങ്ങൾ വരികയും മറ്റേ പുരുഷന് കാശ് അയച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു അവസ്ഥ, ഇത് ശരിയാന്ന് പറയാറുണ്ട്. അപ്പൊ ഈ വ്യാജ പരാതികൾ എന്നുള്ളൊരു പ്രശ്നമല്ലേ? ഞാൻ ആരുടെയും പേരെടുത്ത് പറയാതെ പറയുകയാണ്, ഈ വ്യാജ പരാതികൾ അടക്കമുള്ള ക്ലെയിം. ഇപ്പൊ ഞാൻ പറയുകയാണ്, ഞാൻ വ്യാജ IAS ആണെന്ന് ഞാൻ പറയുകയാണ്. അങ്ങനെ ചില ആൾക്കാർ പറഞ്ഞാൽ എല്ലാവരും വ്യാജ IAS ആണെന്ന് കരുതാൻ കഴിയുമോ? അതെന്താണെന്ന് നമ്മൾ പൊളിക്കാൻ എന്തൊക്കെ ഊളത്തരായിരുന്നു പറഞ്ഞിരുന്നല്ലേ. അപ്പൊ അയ്യയ്യയ്യയ്യേ, എടോ ഇതിനെ കുറിച്ചിട്ട് പഠിക്കാതെയാണ് വന്നിരിക്കുന്നത്. ഇതിനൊക്കെ കൊണ്ട് ഇരുത്തിയിട്ട് ചർച്ചകൾക്ക് വിളിക്കുന്ന മാധ്യമ പ്രവർത്തകരെ പറഞ്ഞാൽ മതി, നിങ്ങൾക്ക് വേറെ ഒന്നും സംസാരിക്കാനില്ലേ? അത് കോടതിയിൽ നടക്കുന്നുണ്ട്, കോടതി തീരുമാനമാകട്ടെ. ഇവരെയൊക്കെ വിളിച്ചിരുത്തിക്കൊണ്ട് അവർ സ്വയം നാറുകയാണ്. ഞാൻ പറഞ്ഞില്ല, അവർ സ്വയം മാനനഷ്ടത്തിന് കേസ് കൊടുക്കണം. ഞാൻ എന്നെ തന്നെ നാണം കെടുത്താണ് എന്ന് പറഞ്ഞിട്ട് അതാണ് ചെയ്യേണ്ടത്. അവർക്ക് അവരുടെ ബുദ്ധി ഉപയോഗിച്ചിട്ട് പ്രവർത്തിക്കാൻ കഴിയുന്നില്ല. ഊളത്തരാണ്, പൊട്ടത്തര പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ ഇവർക്കെതിരെ നിയാസ് മലബാർ ഇട്ടൊരു പോസ്റ്റാണ്, വ്യാജ രേഖ ഉണ്ടാക്കൽ, വ്യാജ സർക്കാർ ഐഡന്റിറ്റി കാർഡുകൾ ഉണ്ടാക്കൽ, IAS നേടിയെന്ന് വ്യാജ അവകാശവാദവുമായി കോളേജിനെ പറ്റിക്കൽ എന്നീ വിഷയങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ട് കോഴിക്കോട് ഫറോക്ക് സ്വദേശി ഡോക്ടർ സിജീഷിന്റെ ഭാര്യ MA ഷഹനാസിനെതിരെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകി. എപ്പടി ഇருக்கு? നല്ല 8ന്റെ പണിയാണ് കിട്ടിയിട്ടുള്ളത്, 8ന്റെ പണി. ഇനി ഒരു പോസ്റ്റും കൂടി ഉണ്ട്. അതായത് നിയാസ് നിരന്തരമായിട്ട് ഈ വിഷയത്തിൽ കൃത്യമായി കുറെ ഡാറ്റാസ് പുറത്തു വിടാറുണ്ട് എന്നുള്ളതാണ്. ആ ഡാറ്റാസിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്, അതായത് 3ാമത്തെ ഒരു തെളിവാണ് ആൾ പുറത്തുവിടുന്നത്. ഞാൻ അറിയുന്ന ഷഹനാസ് ഭാഗം 3. ഷഹനാസ് IASന് പ്രിയ സിജീഷ് എന്ന വ്യക്തിയെ അറിയാമോ എന്നറിയില്ല. സിജീഷ് എന്നത് പ്രിയയുടെ ഭർത്താവിന്റെ പേരാണ്. മകളുടെ പേര് സിനി എന്നാണ്. ഒരു പ്രസാധക കമ്പനിയിൽ സിനി പാർട്ണറാണ്. പറഞ്ഞു വരുന്നത്, പ്രിയയുടെ കളഞ്ഞു കിട്ടിയ ഡ്രൈവിംഗ് ലൈസൻസ് കോപ്പിയിലെ പ്രിയയുടെ ഫോട്ടോയ്ക്ക് IAS കാരിയുടെ മുഖ സാദൃശ്യമുണ്ട്. 986 ഏപ്രിൽ 9 പ്രിയ ജനിച്ചത്. ഷഹനാസിന്റെയും പിറന്നാൾ അന്ന് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഷഹനാസും പ്രിയയും രണ്ടല്ല, രണ്ടും ഒന്നാണ്. ആൾമാറാട്ടം, വ്യാജരേഖ ചമക്കൽ തുടങ്ങി ഏതൊക്കെ വകുപ്പിനുള്ളത് ഉണ്ടെന്ന് നിയമ വിദഗ്ധർ പറയട്ടെ. ചെറിയൊരു തെളിവ് ആദ്യ കമന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ലൈസൻസ് ഇതിൽ ഉൾപ്പെടുത്താൻ നിർവാഹമില്ല. അതായത് ഇവർ വ്യാജരേഖ ചമഞ്ഞിട്ടുണ്ടെന്നാണ് നിയാസ് പറയുന്നത്. 9848 എന്ന് അവസാനം വരുന്ന
നമ്പറിലേക്ക് 2023 പണം അയച്ചപ്പോൾ കാണിച്ചിരുന്ന പേരാണ് ഇതിലുള്ളത്. ഇപ്പോഴും അതേ നമ്പറാണ് അവർ ഉപയോഗിക്കുന്നത്. പേരിൽ പക്ഷേ മാറ്റമുണ്ട്. പ്രിയ സിജീഷ്, ഗൂഗിൾ പേ ഷഹനാസ് 34 OKAXIS. എവിടെ എന്താ ഇതൊക്കെ മനസ്സിലായില്ല കേട്ടോ. അതെങ്ങനെയാണ് നമുക്ക് ഗൂഗിൾ പേയിൽ ഇപ്പൊ നമ്മളെ ബാങ്കിലൊക്കെ കൃത്യമായ പേരും ഡാറ്റയും കൊടുക്കാതെ എങ്ങനെയാണ് ഇവർക്ക് ഈ അക്കൗണ്ട് കിട്ടുന്നത്? ഇപ്പോ പ്രിയ സിജീഷ് എന്ന് പറയുന്ന പേര് എങ്ങനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുക? എന്റെ പേര് സന്ദീപ് എടപ്പാളാണ്. എന്റെ ഗൂഗിൾ പേ അക്കൗണ്ടിലേക്ക് എനിക്ക് സുഭാഷ് എടപ്പാളം ആക്കാൻ പറ്റുമോ? പറ്റില്ല. നമ്മൾ കൃത്യമായി ഡാറ്റ വെച്ചിട്ടാണല്ലോ ഇതൊക്കെ ചെയ്യുന്നത്. അപ്പോ ആധാർ കാർഡും കാര്യങ്ങളും കൃത്യമല്ലേ? അതൊരു വലിയ പ്രശ്നം തന്നെയല്ലേ? ഇമാതിരി ഊളത്തരൊക്കെ കാണിച്ചിട്ടാണോ ഇരിക്കുന്നേ? അവരാളുടെ കമന്റ് ആണ്. ഇതൊരു അതീവ ഗൗരവമായ കാര്യമാണ്. ബാങ്ക് അക്കൗണ്ടുകൾ ഡിജിറ്റൽ യുഗത്തിൽ ഒളിപ്പിച്ചു വെക്കാൻ കഴിയില്ല എന്നതിന്റെ തെളിവാണ് ഈ ഗൂഗിൾ പേ സ്ക്രീൻഷോട്ട്. ഷഹനാസ് എന്ന പേരിൽ അറിയപ്പെടുന്ന വ്യക്തിയുടെ ബാങ്ക് അക്കൗണ്ട് പേര് പ്രിയ സിജീഷ് എന്നാണെങ്കിൽ അവിടെ വലിയ ദുരൂഹതയുണ്ട്. ഒരേ ജനന തീയതിയും മുഖസാദൃശ്യവും ഉള്ള രണ്ട് വ്യക്തികൾ ഒരാളായി മാറുന്നത് വെറും ഒരു യാദൃശികമാകാൻ വഴിയില്ല. വ്യാജരേഖകൾ ഉപയോഗിച്ച് ഐഡന്റിറ്റി നിർമ്മിക്കുന്നത് നിയമപരമായി വലിയ കുറ്റമാണ്. അധികൃതർ ഈ ബാങ്ക് അക്കൗണ്ട് വിവരങ്ങളും ഇതിന് പിന്നിലെ KYC രേഖകളും പരിശോധന സത്യം പുറത്തു വരും. ആൾമാറാട്ടം നടത്തി സമൂഹത്തെ പറ്റിക്കുന്നവർക്കെതിരെ കൃത്യമായി അന്വേഷണം വേണം. എന്റെ പൊന്നുമക്കൾ, എന്തൊക്കെ ഊളത്തരാണ് അപ്പൊ കാണിച്ചു വെച്ചിട്ടുള്ളത്? എന്താണ് നിയമവിരുദ്ധമായ കാര്യങ്ങളാണ് ചെയ്തു വെച്ചിട്ടുള്ളത്? എന്റെ ഷഹനാസ് കേസ് കൊടുത്തിട്ടുണ്ട്, ഏതൊരു വ്യക്തി കേസ് കൊടുത്തിട്ടുണ്ട്. ഇനി മറ്റൊരു കാര്യം, ലൈംഗിക വൈകൃതമുള്ള ആളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എന്നാണ് ഇവർ പത്രസമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. അവന് ലൈംഗിക വൈകൃതമാണ്, പോയി ഡോക്ടറെ കാണിക്കാൻ പറയും. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കോൺഗ്രസ് നേതാവ് MA ഷഹനാസ്, കോൺഗ്രസ് നേതാവെന്നാണ് ഇവരിപ്പോഴും പറയുന്നത്. ലൈംഗിക വൈകൃതമുള്ള ആളെ ദുബായിലേക്ക് ക്ഷണിച്ചത് ബുർജ് ഖലീഫ കാണിക്കാനായിരിക്കും. ഒരിക്കലും ഞങ്ങൾ ഇതിനെ മറുപടി പറയുന്നില്ല. വെറുതെ ഇരിക്കുമ്പോൾ തോന്നിയ ഒരു കാര്യമാണ് പറയുന്നത്. ലിറ്ററേച്ചർ ഫെസ്റ്റ് നിലമ്പൂരിൽ നടത്താൻ രാഹുൽ ക്ഷണിച്ചത് ദുരുദ്ദേശത്തോടെയാണ്. പക്ഷെ ഞാൻ അങ്ങനെ വീഴുന്ന ടൈപ്പല്ല, അതുകൊണ്ട് പോയില്ല എന്നാണ് ഷഹനാസ് പറഞ്ഞു വെക്കുന്നത്. അതേ ആള് പിന്നീട് രാഹുലിനെ ദുബായിലേക്ക് ക്ഷണിച്ചതും എന്തിനായിരിക്കും? നാട്ടിൽ നടക്കുന്നതിനേക്കാൾ നല്ല സാഹിത്യ ചർച്ചകൾ നടക്കുന്ന സ്ഥലമാണ് ദുബായ് എന്നത് കൊണ്ടായിരിക്കും എന്നാണ് എന്റെ വിശ്വാസം. നമ്മൾ ചുമ്മാ കാട് കയറേണ്ടതില്ലല്ലോ എന്നുള്ളതാണ്. ഇപ്പൊ ഞാൻ ഒരു പോസ്റ്റ് ഇട്ടർ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, ഫോർ ക്വാളിഫയിങ് UPSC സിവിൽ സർവീസ് എക്സാമിനേഷൻ 2014. ഇത് അവർ പഠിക്കുന്ന കോളേജിലുള്ള ടീച്ചേഴ്സ് ഇവർക്ക് കൊടുത്തിട്ടുള്ള ഒരു വരവേൽപ്പാടോ, എന്താ സ്വീകരണമൊക്കെ വാങ്ങിയിട്ടുണ്ട്. വേറെ എത്രമാത്രം ഊളത്തരങ്ങളാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. കോൺഗ്രസ് രാഷ്ട്രീയ പാർട്ടി ഇവരെ എടുത്ത് ദൂരെ കളയാൻ തയ്യാറല്ലേ? വ്യാജരേഖകളെ കുറിച്ചിട്ടൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു വ്യാജ പീഡന പരാതിയുടെ പേരിൽ ഒരു മനുഷ്യനെ നിങ്ങൾ പുറത്താക്കിയെങ്കിൽ വ്യാജരേഖകൾ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ രാജ്യവിരുദ്ധമായ പ്രവർത്തനങ്ങളാണ്. ഈ രാജ്യവിരുദ്ധ പ്രവർത്തനം ചെയ്ത ഇവരെ നിങ്ങൾ എന്തുകൊണ്ടാണ് അവിടെ വെച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് മാത്രമേ ചോദിക്കുന്നുള്ളൂ. കോൺഗ്രസ്സുകാരല്ലാത്തവർക്കൊക്കെ നല്ല രീതിയിലുള്ള കമന്റ് ഇടാൻ ഇവിടെ ഞാൻ പ്രതീക്ഷിക്കുന്നു. വീണ്ടും പുതിയ വാർത്താവിശേഷങ്ങളുമായി സന്ദീപ് എടപ്പാൾ സൈനിങ് ഓഫ്.